ഇനി ഒരു ആയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ആയത്ത് ബേസ് ചെയ്തിട്ട് ചില ചോദ്യങ്ങളും കാണാം. നമുക്ക് ആയത്ത് ഓതി നോക്കാം. എന്താണ്? ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസർ വയസുദ്ദുകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് പറയുന്ന കള്ളുകൂടി അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണത് അല്ലേ? ആ ആയത്തിൽ ബന്ധപ്പെട്ട ഒരു 3 ചോദ്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. എന്താണ്? ഒന്ന്, മൻ യൂഖിഉൽ അദാവത ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ആരാണ് ശത്രുത അങ്ങ് പരത്തുന്നത്? ആരാ? ശൈത്താൻ അല്ലേ? ഇന്നമാ യുരീദു ശൈത്താൻ, ശൈത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂഖിഅ ബൈനകും അൽ അദാവത വൽ ബഗ്ദാ അല്ലേ? നിങ്ങൾക്കിടയിൽ ശത്രുതയും ദേഷ്യവും പരസ്പരം ഉണ്ടാക്കാനാണ് ആര്? നമ്മുടെ ആ ശൈത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ. അമ്മ യസുദ്ദു ശൈത്താൻ അന്നാസ അല്ലേ? എന്തിനെ തൊട്ടാണ് ശൈത്താൻ ജനങ്ങളെ തടയുന്നത്? ഇവിടെ ഉണ്ടല്ലോ, യസുദ്ദുക്കും, നിങ്ങളെ തടയുന്നു, അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത് അല്ലേ? നിസ്കാരത്തിനെ തൊട്ടും അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ടും. അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത്, നിസ്കരിക്കണ്ട എന്ന് പറയും, അള്ളാഹിനെ ഓർക്കുമ്പോൾ ദിക്ർ ചൊല്ലണ്ട എന്ന് പറയും അല്ലേ? അതൊക്കെയാണ് ശൈത്താൻ തടയുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ ലിമൻ, ആരോടാണ്? യസ്അലു അല്ലാഹു ആദ സുആൽ അല്ലേ? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇനിയും നിർത്താറായിട്ടില്ലേ എന്ന് ആരോടാണ് അള്ളാഹു തആല ചോദിച്ചത്? കള്ളു കുടിക്കുന്ന അന്നത്തെ ആ സമുദായത്തോട് അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി അടുത്ത ഒരു ഗ്രാമർ അല്ലെ, ചെറിയൊരു ഗ്രാമർ പരമായ ഒരു ചോദ്യമാണ്. നമുക്കിപ്പം തന്നെ തിരുത്താം, കൃത്യമായി ശ്രദ്ധിക്കണേ. ജോർജ് എന്ന് പറയുന്നത് താജിറുൻ, അവനൊരു കച്ചവടക്കാരനാണ്. ഹിയ സ്വദീഖി, അവള് എന്റെ കൂട്ടുകാരനാണെന്ന് പറയാ. ഹിയ എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? പെണ്ണിനെ കുറിച്ചാ അല്ലെ? അപ്പൊ നമുക്ക് ജോർജ് എന്ന് വെച്ചാൽ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലെ? അപ്പൊ ആണാണ്. അപ്പൊ നമ്മുടെ അവിടെ ഹിയ അല്ലെ? അവിടെ ഹിയ എന്നുള്ളത് തെറ്റാണ്. അവിടെ നമുക്ക് വേണ്ടത് ഹുവ. ഓക്കെ അല്ലേ? ഹുവ ഇങ്ങനെയല്ല, ഹുവ ഇതാ ഹുവ അല്ലെ? ഓക്കെ അല്ലേ? ഹുവ. ഇനി അടുത്ത് ഉംറുഹു, അവന്റെ വയസ്സ് സലാസത അശറത, അങ്ങനെയല്ലോ, സലാസ അശറ അല്ലെ? സലാസ അശറ അല്ലെ? സലാസത അശറ എന്ന് പറയൂല, സലാസ അശറ. ഇത്താ വേണ്ടട്ടാ. സോറി, സലാസ എന്നല്ല, സാലിസത്ത അശറ അല്ലെ? നമ്മള് റാബിയ, ഇസ്ന അശറ, സലാസ അശറ, അർബ അശറ, ഹംസ, സോറി സലാസ അശറ, അങ്ങനെ തന്നെയാണ്. സലാസ അശറ അല്ലെ? ഓക്കെ അല്ലേ? സലാസ അശറ. ഇനി ഹുവ തദ്ഹബു, അവൻ തദ്ഹബു എന്നാണ് പറയുന്നത്. ആണിനെ കുറിച്ച് പറയുന്നത്. എന്താ വേണ്ടത്? യദ്ഹബു അല്ലെ? യദ്ഹബു അല്ലെ? ഇല സൂക്കി സ്വബാഹൻ വയർജിയു മസായൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നൂടെ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? മുഴുവനായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ? നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. പോയി ഇത് നോക്കിയേ, നമുക്ക് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യത്തിന്റെ പാറ്റേൺ ആണ് ഇത്. നോക്കി, എന്താണ് നമ്മുടെ ഇഖ്റ തക്രീർ. ഈ തക്രീർ നിങ്ങൾ വായിക്കുക. എന്നിട്ടോ വഅയ്ദ ബർനാമിജ് എന്താണ്? ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കണം. നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കുക അല്ലെ? പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കുന്ന രൂപങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വട്ടം കൂടി നമ്മൾ പറയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. എന്തായാലും നമ്മുടെ എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. എന്താണ്? നോക്ക്, ബർനാമിജ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബോക്സ് അല്ലെ? ഒരു ബോക്സ് തയ്യാറാക്കുക. ഒരു ബോക്സ്, ആ ബോക്സിൽ മേലെ അൽ ബർനാമിജ് അല്ലെ? അൽ ബർനാമിജ് എന്ന് നമ്മൾ എഴുതണം അല്ലെ? അതിനുശേഷം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോ നമ്മൾ പറയണം, ഫസ്റ്റ് വേണ്ടത് കലിമത്തു തർഹീബ്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. ഒന്ന് കലിമത്തു തർഹീബ്. എന്താണ്? ഒന്ന് കലിമത്തു തർഹീബ് ആണ് അല്ലെ? പിന്നെയോ അർ റഈസ് ആരാണ്? അധ്യക്ഷൻ. കലിമത്തു തർഹീബ് എന്താ? കലിമത്തു തർഹീബ് എന്ന് പറഞ്ഞാൽ സ്വാഗത പ്രസംഗം അല്ലെ? പിന്നെയോ അർ റഈസ് അല്ലെ? അധ്യക്ഷൻ അല്ലെ? അധ്യക്ഷൻ ആരാന്ന് എഴുതണം അല്ലെ? പിന്നെ എന്താ വരേണ്ടത് പറഞ്ഞേ? പിന്നെ വരേണ്ടത് അൽ ഇഫ്തിതാഹ് അല്ലെ? അൽ ഇഫ്തിതാഹ് ഇനാഗുറേഷൻ അല്ലെ? അൽ ഇഫ്തിതാഹ് ഇനാഗുറേഷൻ ആരാന്ന് വെച്ചാൽ പറയണം അല്ലെ? അൽ ഇഫ്തിതാഹ് ഇനാഗുറേഷൻ അല്ലെ? പിന്നെ വരേണ്ടത് ഖുതുബ അല്ലെ? അൽ ഖുതുബ. നമ്മളവിടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറം എഴുതുന്നുണ്ട് അൽ ഖുതുബ അല്ലെ? അൽ ഖുതുബ. പിന്നെയോ ഖുതുബ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് അൽ മൗലു അല്ലെ? നമ്മൾ എന്ത് വിഷയമാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നതെന്നുള്ള മൗലു കൊടുക്കണം അല്ലെ? മൗലു. അത് കഴിഞ്ഞിട്ടോ കലിമത്തു തഹാനി. പിന്നെ കലിമത്തു തഹാനി
കലിമത്തു തഹാനി അല്ലെ, കലിമത്തു തഹാനി വരണം അല്ലെ, കലിമത്തു തഹാനി. പിന്നെയോ പിന്നെ കലിമത്തു തഹാനി എന്ന് പറയുമ്പോൾ നമ്മൾ ആശംസാ പ്രസംഗം അല്ലെ. പിന്നെയോ ഖത്തു ശുക്ർ, അവസാനത്തില് ഖത്തു ശുക്ർ. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് ഈ 7 കാര്യം സിമ്പിൾ ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചോ. നോക്കിക്കോ, ഒന്ന് കലിമത്തു തർഹീബ് അല്ലെ, ഒന്ന് കലിമത്തു തർഹീബ് സ്വാഗത പ്രസംഗം, റഈസ് അധ്യക്ഷൻ, ഇഫ്തിതാഹ് ഉദ്ഘാടകൻ, ഖുതുബ പ്രസംഗം, മൗലൂഅ വിഷയം, കലിമത്തു തഹാനി ആശംസാ പ്രസംഗം. 1, 2, 3 ആൾക്കാരെ കൊണ്ട് നമുക്ക് എന്താക്കാം, ആശംസാ പ്രസംഗം എഴുതിയിട്ട് അത്രയും പേജിന്റെ സൈസ് കൂട്ടും അല്ലെ. പിന്നെയോ ഖത്തു ശുക്ർ, പിന്നെ നന്ദിയും. സിമ്പിൾ അല്ലെ. ഇഖ്റയിൽ ബയാനത്ത് ജഖ്സിയ വഅഇദ തർജുമത്തുൽ ഹയാത ലി സയ്യിദ് സിഎച്ച് മുഹമ്മദ് ഖോയ അല്ലെ. സിഎച്ച് മുഹമ്മദ് ഖോയ എന്നവരെ കുറിച്ച് അല്ലെ, വലിയ വിദ്യാഭ്യാസ സാമ്രാജ്യകനായ സിഎച്ച് മുഹമ്മദ് ഖോയ, അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ബയോഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താക്കുക, അതിനെ നിങ്ങൾ എന്താവുക വിശദീകരിച്ച ഒരു കുറിപ്പായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കുറിപ്പ് ചെയ്ത് അല്ലെ. അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് കൊടുത്തിട്ടുണ്ട്, ഇസ്മുൽ വാലിദ് ഉമ്മയുടെ പേര് കൊടുത്തിട്ടുണ്ട്, എവിടെയാ ജനിച്ച വർഷം കൊടുത്തിട്ടുണ്ട്, ജനിച്ച സ്ഥലം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ജോലി എന്തൊക്കെയായിരുന്നു, വസീർ റഈസിയാണ്, വസീർ ദാഖിലിയാണ്, വസീർ തർബിയത്ത് തൈലീമാണ് അല്ലെ, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നില്ലേ. പിന്നെയോ അൽ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിന്റെ രചനകൾ, റിഹ്ലത്ത് ഇല ലണ്ടൻ, റിഹ്ലത്തുൽ ഹജ്ജ്, അങ്ങനെ തുടങ്ങിയ ഒരു രചനകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ എപ്പോഴാണ് അദ്ദേഹം വഫാത്തായത്, മരണപ്പെട്ടതെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെയോ എവിടെ മക്കാനുൽ വഫാത്ത് അല്ലെ, മരിച്ച സ്ഥലം എവിടെയാണ്, ഹൈദരാബാദ് അല്ലെ, എവിടെയാണ് വഫാത്തായതെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഓക്കെ. എനി നോക്കണേ, ആയിദ്ദ മുദക്കിറത്ത് അല്ലെ. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ആയിദ്ദ മുദക്കിറത്ത്, ഇനി ഒരു മുദക്കിറ തയ്യാറാക്കിയെന്ന്. ഒരു മുദക്കിറ എന്ന് പറഞ്ഞാൽ ഒരു കുറിപ്പ് തയ്യാറാക്കിയേ എന്ന് പറയാം അല്ലെ. ഒരു കുറിപ്പ് തയ്യാറാക്കാൻ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എത്ര സിമ്പിൾ ആയിട്ട് ചെയ്താൽ അല്ലെ. ഒരു കുറിപ്പ് എന്തിനെ കുറിച്ചാണ്, അഹ്മിയത്തുൽ ഇൽമി, ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെ, നമ്മൾ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ആയിദ്ദ മുദക്കിറത്ത് അഹ്മിയത്തുൽ ഇൽമി അല്ലെ, ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളോട് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് എഴുതി കൂടെ. എന്ത് ചെയ്താ, ഇപ്പൊ ആദ്യം നമ്മൾ കുറച്ച് പോയിന്റ്സ്, ആദ്യം നമ്മൾ എന്താ പറയാ, ഇൽമ എന്ന് പറയുന്നത് മനുഷ്യരെ വളരെ അവിഭാജ്യമായ ഘടകമാണ് അല്ലെ, മനുഷ്യന് ഒരുപാട് ഉപകാരമുള്ളതാണ് അല്ലെ. അപ്പൊ കുറിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിക്കോ, ഒന്നാമത്തെ പോയിന്റ് ചെയ്തോളെ, അൽ മദാരിസ് അല്ലെ. അൽ മദാരിസ്, മദ്രസകളിൽ, കോളേജുകളിൽ നമുക്ക് എത്ര ഉപകാരമുള്ളതാണ് അല്ലെ, എന്ത് ഉപകാരമുള്ളതാണ് ഈ മദ്രസയിൽ നിന്ന്. ഞാൻ പറയാം, നമ്മുടെ മദാരിസ് അല്ലെ, മദാരിസ് പറയുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ കുറച്ച് പോയിന്റ്സുകൾ ആദ്യം കളക്ട് ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ കൊണ്ട് അൽ മദാരിസ് അല്ലെ. ഇപ്പൊ കേരളത്തിൽ ഒരു ഒന്നാമത്തെ പോയിന്റ്സ് ആണ് മദാരിസ്, നോട്ടി നോക്കണേ. ആ മദാരിസ് വെച്ച് നമുക്ക് എന്ത് ചെയ്താം, ഇപ്പൊ കേരളത്തിൽ എത്ര മദ്രസകളുണ്ട്, എത്ര സ്കൂളുകളുണ്ട്, എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഇതൊക്കെ ഒരുപാട് വിജ്ഞാനങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് അല്ലെ. പിന്നെ നമുക്ക് എന്താക്കാം, നമുക്കൊരു പോയിന്റ്സ് ആയിട്ട് എന്ത് പറയാം, അൽ ഖുർആൻ അല്ലെങ്കിൽ വൽ ഹദീസ് അല്ലെ. ഖുർആനിലൂടെയും ഹദീസിലൂടെയും എന്ത് പറയാം, പിന്നെ ആ പോയിന്റ്സിൽ നമുക്ക് എന്ത് ചെയ്താ, ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് വിദ്യ പഠിച്ചാലുള്ള ഒരു ഹദീസ് ഉണ്ടല്ലോ, അൽ ഹൈക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ ഹൈസുമാ വജദൽ മുഅ്മിൻ ളാല്ലത്തുഹു ഫല്യജ്മഅഹാ ഇലൈഹി അല്ലേ. ഹദീസിലൂടെ പറയാണ്, വിജ്ഞാനം എന്ന് പറയുന്നത് മുഅ്മിനിന്റെ നഷ്ടപ്പെട്ടു പോയ സമ്പത്താണ് അല്ലെ. അത് എവിടുന്നാണോ എനിക്ക് കിട്ടുന്നത് അവിടെ പോയിട്ട് ഫുള്ളിങ് ഒരുമിച്ച് കൂട്ടാൻ അല്ലെ. ഇപ്പൊ നമ്മളെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ അത് ഇപ്പൊ നമ്മുടെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അതിന് പിന്നാലെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് എങ്ങനെയാലും കിട്ടാനുള്ള വഴി നോക്കൂലേ, അതുപോലെയാണ് നമ്മുടെ വിജ്ഞാനം. അത് എവിടെയാണോ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് അറിയൂല, കിട്ടുന്നിടത്തെല്ലാം പോയി അന്വേഷിക്കുക, ഇങ്ങ് ഒരുമിച്ച് കൂട്ടുക അല്ലെ. അതുപോലെ നമ്മൾ വിജ്ഞാനം ശേഖരിക്കാൻ ഹദീസിലൂടെ പറയുന്നുണ്ട്, അങ്ങനെ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഇപ്പൊ ഹദീസിൽ മറ്റൊന്ന് പറയുന്നുണ്ട്, ആരെങ്കിലും വിദ്യയുടെ വഴിയിൽ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് പ്രവേശിച്ചത്. അങ്ങനെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്ന ഹദീസും ആയത്തിലും വന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ചെയ്ത ഓരോന്നും 2 വരിയിലോ 1 വരിയിലോ 1.5 വരിയിലോ എഴുതിയാൽ അത്യാവശ്യം പോയിന്റ്സുകളായില്ലേ. പിന്നെ നമുക്ക് എന്താക്കാം, നമുക്ക് അൽ അസാത്തിദ എന്നുള്ളൊരു പോയിന്റ്സ് ഉപയോഗിക്കാം. അൽ അസാത്തിദ, അധ്യാപകന്മാരില്ലേ. സ്കൂളിൽ നിന്നും അധ്യാപകന്മാർ ഒരുപാട് പഠിപ്പിക്കുന്നു, കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു, ഒരുപാട് വിദ്യാഭ്യാസങ്ങൾ നൽകുന്നു. ഈ എക്സാമിനറിലൂടെ അധ്യാപകന്മാർ പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് വിദ്യാഭ്യാസത്തിൽ നമ്മുടെ അധ്യാപകരെ കുറിച്ച് പറയാം അല്ലെ. പിന്നെയോ ഈ അധ്യാപകന്മാര് മാതാപിതാക്കളോട്, നമ്മൾ കവിതകളിലൊക്കെ പഠിക്കുന്നതാണ്, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള, അവരോട് ഏത് രീതിയിൽ സഹവർത്തിക്കണമെന്നുള്ള നല്ല സ്വഭാവങ്ങളെയും അവർ പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ ഒരുപാട് 2 വരിയിൽ 3 വരിയിൽ കൂടുതലായി അല്ലേ. പിന്നെയോ
അൽ അഷ്ഖാസുൽ മഷ്ഹൂർ അല്ലെ, പ്രസിദ്ധരായ ചില ആളുകളെ കുറിച്ച് പറയാം അല്ലെ. എന്താണ് ഇപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് പ്രസിദ്ധരായ വലിയ വിദ്യാസമ്പന്നരായ അങ്ങനത്തെ ആളുകളെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നാട്ടിലുള്ള ആളുകളെ ഉൾപ്പെടുത്തി പേര് പറയാ. ഇപ്പൊ അങ്ങനെ എടുത്തു പറഞ്ഞ് അവരൊക്കെ കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസത്തിന്റെ മേൽ പരിശ്രമിച്ചതിന് മേലാണ് അവർ വലിയ വലിയ ഉന്നതിയിലെത്തിയത്. അങ്ങനെയൊക്കെ ഓരോ ആളുകളെ നമുക്ക് എടുത്തു പറഞ്ഞ് വളരെ ഉഷാറായിട്ട് കൊണ്ടുപോകാം അല്ലെ. ഓക്കെ അല്ലേ? ഓക്കെ. മറ്റൊന്നാണ് അൽ മനാഫി അല്ലെ. അൽ മനാഫി എന്താണ് അൽ മനാഫി? അൽ മനാഫി എന്താണ്? അൽ മനാഫി എന്ന് പറഞ്ഞാൽ അല്ലെ, മനാഫി എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുള്ള അല്ലെ ഇൽമു കൊണ്ടുള്ള ഉപകാരങ്ങൾ അല്ലെ. നമ്മൾ ആദ്യം നമ്മൾ മലയാളത്തിൽ ഒന്ന് ആലോചിച്ചു എന്തൊക്കെ ഉപകാരങ്ങളാണ് നമുക്ക് വിദ്യാഭ്യാസം കൊണ്ടുള്ളത് ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പം വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ട്, ആളുകൾക്കിടയിൽ നല്ല വിലയുണ്ടാകും അല്ലെ, വലിയ കാര്യമുണ്ടാകും അല്ലെ, ബഹുമാനം ഉണ്ടാകും അല്ലെ, സ്നേഹം ഉണ്ടാകും അല്ലെ, ഇണക്കുണ്ടാവും, അടുപ്പുണ്ടാവും, അങ്ങനെ എല്ലാം കൊണ്ട് ഉപകാരം മാത്രം. വലിയ വലിയ ജോലികൾ കിട്ടും അല്ലെ, വലിയ വലിയ സാധ്യതകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് ഉപകാരം. ഇതിൽ തന്നെ മനാഫിയിൽ തന്നെ 3 പാരഗ്രാഫ് 3 ഫിക്കറുകൾ എഴുതാനുള്ള ഇതുണ്ട് അല്ലെ. അപ്പൊ 3 ഒരുപാട് ഫിക്കറുകൾ എഴുതാനുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് ഈ 5 പോയിന്റ്സ് ആണെങ്കിൽ 5 പോയിന്റ്സ് വെച്ച് കൃത്യമായിട്ട് ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൃത്യമായിട്ട് എഴുതിയാൽ 10ൽ 10 ആണെങ്കിൽ ചിലപ്പോൾ 20 ഇടാൻ തോന്നും. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എഴുതാം അല്ലെ. 10ൽ 20 കിട്ടൂല, 10 കിട്ടുള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് എഴുതാം. ഓക്കെ അല്ലേ?